So welcome to Techie's Hobbies. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വേറെ ആരുമില്ല, എൻ്റെ വൈഫാണ്. അപ്പോൾ വൈഫിനെ കൊണ്ടുവരാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. അത് ഞാൻ വൈഫിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ച് ചൂസ് ചെയ്യാൻ എന്താണ് കാരണം? മെയിൻ റീസൺ എന്താണ്? എനിക്ക് ആപ്പിളിന്റെ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ പ്രൈസ് ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോഴൊക്കെ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അപ്പം നമ്മളുടെ റേഞ്ചിൽ ഏകദേശം കിട്ടാവുന്ന ഒരു വാച്ചും പിന്നെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് അതൊക്കെ കിട്ടാനുള്ള ഒരു വാച്ച് നോക്കിയപ്പോഴാണ് ഈ T55 എന്നുള്ള വാച്ച് ഞാൻ കണ്ടുപിടിച്ചത്. ഓക്കെ, വേറൊരു കാര്യം, iWatch ഇഷ്ടമാണെങ്കിലും മുപ്പത്തിയേറിൻ്റെ കയ്യിൽ ഐഫോൺ യൂസർ അല്ല, ആൻഡ്രോയിഡ് യൂസറാണ്. അപ്പോൾ iWatch ആണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച് ആപ്പിളിൻ്റെ ഡിവൈസസ് മാത്രമായിട്ടേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ നമ്മൾ എങ്ങനെയെങ്കിലും അത് വാങ്ങണമെന്ന് തന്നെ വിചാരിക്കും, എന്നാൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല മുപ്പത്തിയേർക്ക്. അപ്പോൾ ഓഫ് കോഴ്സ് വേറെ നെക്സ്റ്റ് ഓപ്ഷൻ ആൻഡ്രോയിഡ് ഡിവൈസ് കമ്പാറ്റബിൾ ആയിട്ടുള്ള വാച്ച് മേടിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊരു ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻഫാക്ട് iWatchന്റെ ക്ലോൺ തന്നെ വേണമെങ്കിൽ പറയാം. T55 ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ 2 സ്ട്രാപ്പ് വരുന്നുണ്ട് ആൻഡ് വാച്ച് വരുന്നുണ്ട്. ഇതിനെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടായിരുന്നു ഇത് വന്നത്. ഓക്കെ, അപ്പോൾ ഈ വാച്ചിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേർഷൻ ആണ്. ഇതിന്റെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള വാച്ചസ് അവൈലബിൾ ആണ് ഇതില്. ഇത് ഇപ്പോൾ റോസ് ഗോൾഡ് ആണ് ഈ വാച്ചിന്റെ ബോഡിയിൽ. പക്ഷെ നമുക്ക് മാറ്റ് ബ്ലാക്ക് ആയിട്ടും വരുന്നുണ്ട്, ആണുങ്ങളാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ. പക്ഷെ മീറ്റുവിന്റെ ഇതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് പെണ്ണിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ റോസ് ഗോൾഡ് ചൂസ് ചെയ്തത്. അപ്പൊ ഇതില് 2 സ്ട്രാപ്പ് വരുന്നുണ്ട്. ഒന്ന് ഈ സ്ട്രാപ്പിനെ iWatchലൊക്കെ ഭയങ്കര അറിയപ്പെടുന്ന ഒരു സ്ട്രാപ്പാണ്, നൈക്കി സ്ട്രാപ്പ് എന്ന് പറയും. ഇത് സ്പോർട്ടി ആയിട്ടുള്ള സ്ട്രാപ്പാണ്, കുറെ ഹോൾസ് വരുന്ന സ്ട്രാപ്പാണിത്. പിന്നെ വരുന്നത് നോർമൽ സ്ട്രാപ്പും വരുന്നുണ്ട്, അതും പിങ്ക് കളറിൽ നോർമൽ സ്ട്രാപ്പും വരുന്നുണ്ട്. പക്ഷേ ഈ നോർമൽ സ്ട്രാപ്പ് മീറ്റുവിന് ലൂസാണ് കുറച്ച്, കാരണം ഇതിൽ കുറച്ച് ഹോൾസേ ഉള്ളൂ. പക്ഷേ ഈ സ്ട്രാപ്പിന്റെ അഡ്വാൻറ്റേജ് മെയിൻ ആയിട്ട് ഇതിൽ മൊത്തം ഹോൾസ് ഉണ്ട്. അപ്പോൾ ഏത് സൈസിന് വേണമെങ്കിലും ഇതിടാം, യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഓൾറെഡി നമ്മൾ ആക്ച്വലി അൺബോക്സിങ് ചെയ്തു, കാരണം നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ റിവ്യൂ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതാണ് ഇതിന്റെ വാച്ച് ഫേസ്. നമ്മൾ ഇതിന്റെ ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട്സ് എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതില് ഈ വാച്ച് ഫേസ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ പല ഡിഫറെന്റ് ഫേസസ് ആയി നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ആപ്പിലും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഈ വാച്ച് ഫേസ് ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ആപ്പ് പ്രോഫിറ്റ് എന്നുള്ളൊരു ആപ്പാണ്. സോ നമുക്ക് നമ്മുടെ ഫോണിനായിട്ട് ഇത് സിങ്ക്രണൈസ് ചെയ്യാം. സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കോൾസ്, ചാറ്റ്സ് അതൊക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ ഒക്കെ പറ്റും. ഓൾമോസ്റ്റ് ലൈക്ക് സിമിലർ ടു iWatch. ഇൻഫാക്ട് എനി സ്മാർട്ട് വാച്ച് ലൈക്ക് എല്ലാ സ്മാർട്ട് വാച്ചിലുള്ള ഫീച്ചേഴ്സ് ഹാർട്ട് ബീറ്റ് സെൻസറും പിന്നെ നമ്പർ ഓഫ് സ്റ്റെപ്പ് കൗണ്ടും അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് മീറ്റു ഇതൊന്ന് ഇട്ട് നോക്കിയാലോ? ഇത് ട്രൈ ചെയ്യാം. സോ ഇതില് ഇടാനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഹോളിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ട്രാപ്പ് ഉള്ളിലേക്ക് ആക്കിയായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ഒരാളെ ആയിട്ട് ഇടുമ്പോൾ. ഷോട്ട് കണ്ടോ, ഇറ്റ് ലുക്സ് റിയലി നൈസ്. ഡിഫറെന്റ് വാച്ച് ഫേസസ് ആണ് കാണുന്നത്. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഫേസ് മാറും.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെനു അവൈലബിൾ ആണ് ഇതിൽ. രണ്ട് ടൈപ്പ് ഓഫ് മെനു ആണ്. ഒന്ന് ടൈൽ മെനു, ഓക്കെ. പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് ഗ്രിഡ് സ്റ്റൈലാണ്. ഇത് തനി iWatchലുള്ള മെനു ഓപ്ഷനാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ആപ്പാണെന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായത് ഈ ടൈൽ തന്നെയാണ്. ഫീച്ചർ ഇതിൽ ഹാർട്ട് ബീറ്റ് മോണിറ്ററാണ്. സോ ഇത് നമ്മുടെ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാണ്. ഈ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള സെൻസറും ഓൺ ആവും. സോ 71 ആണ് കാണുന്നത് BPM. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാർക്കുള്ള നല്ല ഫീച്ചർ. ഈ വാച്ചിൽ വരുന്ന ആപ്പ് ആണ് ഫിറ്റ് പ്രോ എന്ന് പറയും. ഈ ആപ്പിൻ്റെ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഫോൺ സെറ്റ് ചെയ്യാൻ ഈ ടാബ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം. ഈവൻ റിമോട്ടായിട്ട് ഫോട്ടോസും എടുക്കുന്ന ഫീച്ചറും ഉണ്ട് ഇതിൽ. പിന്നെ മോഷൻ, നമ്മുടെ വാക്കിംഗ് എന്താണ് വല്ല വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആവും. ഇതിലിപ്പോൾ ഞങ്ങൾ ലോഗിനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയും ഇതിൽ ഉണ്ട്. അപ്പം ബോക്സ് തുറന്നാൽ 2 സ്ട്രാപ്പ് കൂടാതെ നമുക്ക് ഇതിന്റെ ചാർജർ കിട്ടും. ബേസിക്കലി നമ്മുടെ വാച്ചിനെ വയർലെസ് ചാർജർ പോലെ ആണ്. ഇത് നമ്മൾ USB കണക്ട് ചെയ്യുകയാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് വാച്ച് നമുക്ക് ഈസിലി ചാർജ് ചെയ്യാം. ഇപ്പോൾ ഈ വയർലെസ് ചാർജർ വേണമെങ്കിൽ നമുക്ക് വല്ല ഡബിൾ ടേപ്പ് വെച്ചിട്ട് ടേബിളിലൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ യൂസർ ഗൈഡും വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് T55 റിവ്യൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. പിന്നെന്താ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ.